കാർഷിക വാർത്തകൾ. നാടൻ കുരുമുളക് കിട്ടാനില്ല. വില ഉയർത്തിയിട്ടും ചരക്ക് സംഭരണം കാര്യക്ഷമമാകുന്നില്ലെന്നാണ് വ്യാപാരികളുടെ പരാതി. ഏലം വിൽപ്പനയിൽ സജീവമായി ആഭ്യന്തര വാങ്ങലുകാർ. തമിഴ്നാട്ടിൽ നാളികേര ലഭ്യതയിൽ ഇടിവ്. കാർഷിക മേഖലകളിലെ ചെറുകിട വ്യാപാര കേന്ദ്രങ്ങളിലേക്കുള്ള കുരുമുളക് നീക്കത്തിൽ സംഭവിച്ച കുറവ് അന്തർ സംസ്ഥാന വാങ്ങലുകാരെ സമ്മർദ്ദത്തിലാക്കി. ലഭ്യത ഉറപ്പുവരുത്താൻ വാങ്ങലുകാർ ഉൽപ്പന്നവില ഉയർത്തി മുളക് സംഭരണത്തിന് നീക്കം നടത്തിയെങ്കിലും സ്റ്റോക്കിസ്റ്റുകൾ രംഗത്തു നിന്നും അകന്നുനിന്നു. ഇടുക്കി, വയനാട്, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള നാടൻ ചരക്കിന് ക്ഷാമം നിലനിൽക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഒട്ടുമിക്ക തോട്ടങ്ങളിലും വിളവ് ചുരുങ്ങിയെന്നാണ് കർഷകരുടെ വിലയിരുത്തൽ. കയറ്റുമതി മേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് വേണ്ടി ഏജന്റുമാർ കാർഷിക മേഖലകളിൽ നേരിട്ടിറങ്ങി വിപണി വിലയിലും ഉയർത്തി കുരുമുളക് ശേഖരിക്കാനും ഇതിനിടയിൽ ശ്രമം നടത്തിയെങ്കിലും പ്രതീക്ഷയ്ക്കൊത്ത് പലർക്കും ചരക്ക് സംഭരിക്കാനായില്ല. കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് കിലോ 647 രൂപയിലും അൺഗാർബിൾഡ് 667 രൂപയിലും വ്യാപാരം നടന്നു. ഇടുക്കി മഹിളാ കാടമത്തിൽ നടന്ന ഏലക്ക ലേലത്തിൽ 61,229 കിലോഗ്രാം ചരക്ക് വിൽപ്പനയ്ക്ക് വന്നതിൽ 60,649 കിലോയും വിറ്റഴിഞ്ഞു. കയറ്റുമതി സമൂഹവും ആഭ്യന്തര വാങ്ങലുകാരും ഉത്സാഹിച്ചത് ശരാശരി ഇനങ്ങളുടെ വില 3,131 രൂപയായും മികച്ച ഇനങ്ങളുടെ വില 3,667 രൂപയായും ഉയർത്തി. ചക്രവാത ചുഴിയെ തുടർന്ന് കാലാവസ്ഥാ വിഭാഗം മഴ സാധ്യതകൾ വിലയിരുത്തുമ്പോഴും ഏലം ഉൽപാദന കേന്ദ്രങ്ങളിൽ അന്തരീക്ഷ താപനില പതിവിലും ഉയരുന്നത് വിളവെടുപ്പിൽ നിന്നും നേരത്തെ പിന്തിരിയാൻ കർഷകരെ നിർബന്ധിക്കുന്നുണ്ട്. ബാങ്കോക്കിൽ റബ്ബർ ഷീറ്റ് വില 19,785 രൂപയിൽ നിന്നും 20,400 രൂപയിലേക്ക് കുതിച്ചു കയറി. ഏഷ്യയിലെ റബ്ബർ അവധി വ്യാപാരങ്ങളിൽ ഉൽപ്പന്ന വിലയിൽ കാര്യമായ ചാഞ്ചാട്ടം ദൃശ്യമായില്ല. ജപ്പാനിലെ ഒസാക്ക എക്സ്ചേഞ്ച് ഇന്ന് അവധിയായിരുന്നതിനാൽ ചൈന, സിംഗപ്പൂർ മാർക്കറ്റുകളിൽ നേരിയ റേഞ്ചിൽ നീങ്ങി. കൊച്ചി, കോട്ടയം വിപണികളിൽ വിൽപ്പനക്കാരുടെ അഭാവം കണ്ട് ടയർ നിർമ്മാതാക്കൾ 4ാം ഗ്രേഡ് ഷീറ്റ് വില 19,200 രൂപയ്ക്ക് ശേഖരിച്ചു. പച്ചതേങ്ങയ്ക്കും കൊപ്രയ്ക്കും ക്ഷാമം നേരിട്ടതോടെ തമിഴ്നാട്ടിലെ പല മില്ലുകളുടെയും പ്രവർത്തനം താളം തെറ്റി. പ്രവർത്തന സമയം വെട്ടിക്കുറിച്ച് പ്രതിസന്ധി മറികടക്കാൻ അവർ നീക്കം നടത്തുന്നതിനാൽ കൊപ്ര സംഭരണം കുറച്ചു. അതേസമയം കൈവശമുള്ള എണ്ണയ്ക്ക് ഉയർന്ന വില ഉറപ്പുവരുത്താൻ മില്ലുകാർ അടിക്കടി ശ്രമം നടത്തുന്നുണ്ട്. കൊച്ചി, കാങ്കയം വിപണികളിൽ കൊപ്ര 15,000 രൂപയിലാണ്. പച്ചതേങ്ങ ലഭ്യത വരവിനെ ഉറ്റുനോക്കുകയാണ് മില്ലുകാർ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കഴിഞ്ഞ വർഷം ആഭ്യന്തര ട്രാക്ടർ വിൽപ്പനയിൽ ഇടിവ്. അതേസമയം കയറ്റുമതി മേഖലയിൽ മുന്നേറ്റം രേഖപ്പെടുത്തി. മുൻവർഷത്തെ ഇടിവിൽ നിന്നും കയറ്റുമതി കരകയറിയതായാണ് പോയ വർഷത്തെ ട്രാക്ടർ കയറ്റുമതി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. തുടർച്ചയായ 2ാം വർഷവും മൊത്തം ട്രാക്ടർ ഉൽപാദനം 1 ദശലക്ഷം യൂണിറ്റിൽ താഴെയാണ്. 2024 മൊത്തം ആഭ്യന്തര ട്രാക്ടർ വിൽപ്പന 9.02 ലക്ഷം യൂണിറ്റിലെത്തി. 2023 ഇത് 9.15 ലക്ഷം യൂണിറ്റായിരുന്നുവെന്ന് ട്രാക്ടർ ആൻഡ് മെക്കാനൈസേഷൻ അസോസിയേഷന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷത്തെ ആദ്യ 5 മാസങ്ങളിൽ ട്രാക്ടർ വിൽപ്പന മന്ദഗതിയിലായിരുന്നു. തുടർന്ന് മെച്ചപ്പെട്ട മൺസൂണും അടിസ്ഥാന താങ്ങുവില ഉറപ്പാക്കിയതും കാർഷിക മേഖലയുടെ തിരിച്ചുവരവിന് സഹായകമായി. ഉത്സവ സീസണിൽ ഉയർന്ന ഡിമാൻഡും വിൽപ്പനയ്ക്ക് നേട്ടമായി. ഇന്ത്യയിൽ നിർമ്മിച്ച ട്രാക്ടറുകളുടെ മൊത്തം കയറ്റുമതി 2023 96,223 യൂണിറ്റുകളിൽ നിന്ന് കഴിഞ്ഞ വർഷം 97,745 യൂണിറ്റായി ഉയർന്നു. അതേസമയം കയറ്റുമതി 2022 രേഖപ്പെടുത്തിയ 1,31,850 യൂണിറ്റുകളേക്കാൾ കുറവാണ് ഇപ്പോഴും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പ്രകൃതിദത്ത കൃഷി പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര നീക്കം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണിത്. കാർഷിക മേഖലയിലെ ചെലവ് കുറയ്ക്കുന്നതിന്റെ പ്രധാന പരിശ്രമങ്ങളിലൊന്നാണ് പ്രകൃതിദത്ത കൃഷി. കൂടാതെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രതികൂല ഫലങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി രാസവസ്തുക്കളില്ലാത്ത കൃഷിയിലേക്ക് നീങ്ങാൻ കർഷകരെ പ്രോത്സാഹിപ്പിക്കുകയാണ് സർക്കാർ ഈ രീതിയിലൂടെ ലക്ഷ്യമിടുന്നത്. വർഷങ്ങളായി ഇത് വിജയകരമായി ചെയ്യുന്ന കർഷകരുണ്ട്. അവർ ഇതിനായി സ്വന്തം രീതികൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്നും കേന്ദ്ര കാർഷിക വകുപ്പ് സെക്രട്ടറി ദേവേഷ് ചതുർവേദി പറഞ്ഞു. സുസ്ഥിരവും ഉപഭോക്താക്കൾക്ക് സുരക്ഷിതത്വവും ആരോഗ്യകരവുമായ ഭക്ഷണം ഉറപ്പാക്കുന്ന ഈ രീതി നാം പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടെന്നും സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. അമിതമായ രാസവസ്തുക്കളുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന മണ്ണിന്റെ ആരോഗ്യ തകർച്ച പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പരിവർത്തന സംരംഭമായിരിക്കും ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. തേയില വിലയിൽ 2 രൂപയുടെ ഇടിവ്. തേയില വാങ്ങൽ കുറഞ്ഞതാണ് ഇടിവിന്റെ പ്രധാന കാരണം.
കൂനൂർ ലേല കേന്ദ്രത്തിലാണ് തേയില വിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയത്. ഉയർന്ന പ്രദേശങ്ങളിലെ തേയിലയുടെ വാങ്ങൽ കുറഞ്ഞതാണ് കൂനൂരിലെ വിലയെ ബാധിച്ചത്. ഉയർന്ന വിലയുള്ള പ്രീമിയം ചായപ്പൊടികൾക്ക് പലപ്പോഴും 4 മുതൽ 5% വരെ ഇടിവ് രേഖപ്പെടുത്തി. ഗുണനിലവാരമുള്ള മറ്റ് വിഭാഗങ്ങളിലും 2 മുതൽ 3 രൂപ വരെ കുറവ് രേഖപ്പെടുത്തി. മീഡിയം വിഭാഗം ചായപ്പൊടികൾക്ക് 2 രൂപ വരെ കുറഞ്ഞു. ഡസ്റ്റ് തേയില 63% വിൽപ്പനയാണ് രേഖപ്പെടുത്തിയത്. അതേസമയം മുൻവർഷത്തെ അപേക്ഷിച്ച് വിവിധ വിഭാഗങ്ങളിലായി തേയില വില ഏകദേശം 30% ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച കൊച്ചിയിൽ നടന്ന ഓർത്തഡോക്സ് വിഭാഗം ഇലത്തേയില ലേലത്തിൽ കിലോയ്ക്ക് 198.19 രൂപയായിരുന്നു നിരക്ക്. എന്നാൽ 2023 ഡിസംബറിൽ വില 155.55 രൂപയായിരുന്നു. 27.4% വർധനയുണ്ടായത്. ഓർത്തഡോക്സ് ടെക്സ്റ്റ് വിഭാഗത്തിന് ഉയർന്ന ഡിമാൻഡുണ്ട്. ഓർത്തഡോക്സ് ചായയുടെ പ്രധാന വിപണിയാണ് ഇറാൻ. റഷ്യ, ഇറാഖ് എന്നീ രാജ്യങ്ങൾ CTC ചായയോടാണ് പ്രിയം കാണിക്കുന്നത്. ഈ വർഷവും തേയില ഉൽപാദനം കുറയുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാർഷിക മാലിന്യത്തിൽ നിന്നുള്ള ജൈവ ഇന്ധനത്തിന് രാജ്യത്ത് വളരെയധികം സാധ്യതകളുണ്ടെന്ന വിദഗ്ധർ. കാർഷിക അവശിഷ്ടങ്ങളുടെ വേഗത്തിലുള്ള സംസ്കരണത്തിന് വിതരണ കേന്ദ്രങ്ങൾ കൃഷിഭൂമിയോട് അടുത്തായിരിക്കണമെന്നും നിർദ്ദേശം. കാർഷിക മാലിന്യത്തിൽ നിന്നുള്ള ബയോമാസിന് ഗ്രാമപ്രദേശങ്ങളിലും ചെറുകിട ബിസിനസ് രംഗത്തും വലിയ തോതിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന് വിദഗ്ധർ. ജൈവ ഇന്ധന അധിഷ്ഠിത കാർഷിക സമ്പദ് വ്യവസ്ഥയെ തടസ്സപ്പെടുത്തുന്നത് വിളാവശിഷ്ടങ്ങളുടെ വിലനിർണ്ണയം, സംയോജനം, ഗതാഗതം, സംഭരണം എന്നിവയാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. കാർഷികാവശിഷ്ടങ്ങളുടെ സംയോജനമാണ് പ്രധാന വെല്ലുവിളി. കാർഷിക യന്ത്രവൽക്കരണമാണ് ഇതിന് ഫലപ്രദം. എന്നാൽ ഇന്ത്യയിൽ ഇത് കാര്യക്ഷമമായിട്ടില്ലെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. വർഷം തോറും ഏകദേശം 650 ദശലക്ഷം ടൺ കാർഷികാവശിഷ്ടം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിൽ 250 ദശലക്ഷത്തോളം പാഴായി പോകുന്നു. എല്ലാ വർഷവും വൻതോതിൽ കാർഷികാവശിഷ്ടങ്ങൾ രാജ്യത്ത് കത്തിച്ചു കളയുകയാണ്. ഇത് വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കാറുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 191, RSS 5 187, ലാറ്റക്സ് 135, ജാതിക്ക 380, ജാതിപത്രി 2100 മുതൽ 2300 വരെ, ഗ്രാമ്പൂ 900, അടയ്ക്ക 250, കാപ്പിക്കുരു 240, കൊക്കോ പരിപ്പ് 750, കുരുമുളക് ഗാർബിൾ 66,700, കുരുമുളക് അൺഗാർബിൾ 64,700, ഏലക്ക 3000 മുതൽ 3100 വരെ, വെളിച്ചെണ്ണ 22,400, കൊപ്ര 17,300, ചുക്ക് 32,500.